അസ്സലാമലൈക്കും. ഹലോ, അസ്സലാമലൈക്കും. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഉള്ളത് മസ്ജിദുൽ ജിന്നിന്റെ പരിസരത്താണ്. നമ്മൾ ജിന്നുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഇപ്പൊ വിവാദങ്ങൾ പോയാൽ നടക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ബോധം അതിനെ കുറിച്ചുണ്ട്. ഇവിടെ ഈ ഒരു പള്ളി മസ്ജിദുൽ ജിന്ന് എന്നതിന്റെ പേരിൽ അറിയപ്പെടാൻ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പാരായണം ചെയ്തപ്പോ അത് ജിന്നുകൾ കേൾക്കുകയും എന്നിട്ട് അവരുടെ സംഘങ്ങളിൽ പോയിട്ട് അത് പ്രബോധനം നടത്തുകയും ചെയ്തതിന് സാക്ഷ്യം വഹിച്ചൊരു പള്ളിയാണ്. റസൂലുള്ളാഹിന്റെ പ്രബോധനത്തിന്റെ രീതി ഇതൊക്കെ തോട്ടങ്ങളായിരുന്നു. ആ തോട്ടത്തിൽ 10-15 ആളുകൾ ജോലി ചെയ്യുന്നവർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ അടുക്കൽ നടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊടുക്കും. അങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിലെ ഒരു തോട്ടമായിരുന്നു ഇവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളെ കണ്ട് അഭിമുഖീകരിച്ച സമയം ഉണ്ടായിട്ടുണ്ട്, കാണാതെ പ്രവാചകന്റെ അടുക്കൽ ജിന്നുകൾ വന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി അറിയാതെയാണ് ജിന്നുകൾ വന്നിട്ട് ഖുർആൻ കേട്ടത്. ആ കേട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും അവർ പോയിട്ട് പ്രബോധനം ചെയ്യുന്നുണ്ട് വിവരവും നീ മനസ്സിലാക്കി കൊടുത്ത ആ ഖുർആൻ കൊണ്ട് അവർ മുവഹിദുകളായി എന്നുള്ള വിവരവും ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്? പരിശുദ്ധ ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. നബിയെ ഖുൽ, നബിയെ തങ്ങൾ പറയുക ആരോട്? മക്ക നിവാസികളായ ആളുകളോട്. ലോകത്ത് പിന്നീട് ഖുർആനുമായി ബന്ധപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും പറഞ്ഞു കൊടുക്കുന്നത് ഊഹിയ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിച്ചിട്ടുണ്ട്, അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഇസ്തമഅ നഫറും മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം കേട്ടിട്ടുണ്ട്, ഖുർആനെ കേട്ടിട്ടുണ്ട്. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, അത്ഭുതകരമായ ഒരു ഖുർആനിനെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. യഹ്ദി ഇല റുഷ്ദി, നന്മ സന്മാർഗത്തിലേക്ക് അത് വഴി നടത്തുന്നതാണ്. അതുകൊണ്ട് ആമന്നാ ബിഹി, ഞങ്ങൾ അതുകൊണ്ട് വിശ്വസിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ആരാ പറയുന്നത്? ജിന്നുകൾ അവർക്കിടയിൽ പ്രഖ്യാപിച്ചു എന്ന് പ്രവാചകരെ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന സമൂഹത്തോട് പറഞ്ഞു കൊടുക്ക്. രണ്ട് കാര്യമാണ് മുഫസ്സിറുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. ഒന്ന്, മക്കയിലെ മക്കാനിവാസികളായ മുശ്രിക്കുകളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ഖുർആൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ കേൾക്കുന്നില്ല. അപ്പൊ അവർക്കുള്ള ഒരു ധിക്കാരപരമായ മറുപടിയാണ്, നിങ്ങളിത് കേൾക്കുന്നില്ലെങ്കിലും നിങ്ങൾ കാണാത്ത, ഞാൻ കാണാത്ത ജിന്നുകൾ പോലും ഞാൻ ഓതുന്ന ഖുർആൻ കേൾക്കുന്നുണ്ട്, അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധ്യമാകുന്നുണ്ട്, അവർ അവരുടെ സമൂഹത്തിൽ പ്രബോധനം നടത്തുന്നുണ്ട്, അവർ പ്രഖ്യാപിക്കുന്നുണ്ട് ഞങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചെയ്യുകയില്ല, ശിർക്ക് ചെയ്യുകയില്ല. ആമന്നാ ബിഹി, ഞാൻ പരിശുദ്ധ ഖുർആനിലൂടെ പാരായണം ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്ന റബ്ബിൽ അവർ വിശ്വസിക്കുന്നുണ്ട് എന്ന കാര്യം ആ മക്ക മുശ്രിക്കുകൾക്കൊന്ന് ബോധ്യപ്പെടട്ടെ എന്ന് ഖുർആനിൽ വിവർത്തനം ചെയ്ത ആളുകൾ പറയും. രണ്ടാമത്തത്, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നില്ല ഈ സംഘത്തെ. ജിന്നുവർഗമെന്ന ആ സംഘത്തിന് കൂടി പ്രവാചകൻ പ്രബോധിതനാണ്. ആ പ്രവാചകന്റെ പ്രബോധനം അവർ സ്വീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ ശിർക്ക് ചെയ്യാതെ ജീവിക്കുന്ന ഒരു സംഘം ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് വിശ്വാസികളായ ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2-3 തവണ ജിന്നുകളുമായി അഭിസംബോധന ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കണ്ടിട്ടും കാണാനായി മദീനയിൽ വെച്ച് ജിന്നുകളെ കണ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സംഭവം നടന്നതിന് ശേഷം അല്ലാഹു ഈ ഖുർആനിലൂടെ പറയുന്നതാണ് പ്രവാചകൻ അറിയുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രവാചകന്റെ പ്രബോധന രീതി അത് കൃത്യമായിട്ടും നമ്മളറിയാത്ത തന്നെ ആളുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നമുക്കൊരു പാഠമാണ്. ആ പ്രബോധനം, ഖുർആനിന്റെയും പ്രബോധനവും കേട്ട ആളുകൾക്കുള്ള പ്രഖ്യാപനം എന്താണ്? ആമന്നാ ബിഹി, അല്ലാഹുവേ ഞങ്ങൾ ആ മനസ്സിലാക്കിയ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഒരാളെ ഞങ്ങൾ റബ്ബിനോട് പങ്കു ചേർക്കുകയില്ല. മക്കയിൽ താമസിച്ച, പ്രവാചകന്റെ കൂടെ താമസിച്ച ആളുകൾ പോലും അല്ലാഹുവിനെ ശിർക്ക് ചെയ്ത് മരിച്ചുപോയവരുണ്ട്. അവരുടെ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. വലാ നഅബുദുഹും ഇല്ലാ ലിയുഖറിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ അല്ലാഹുവിലേക്ക് മറ്റാളുകളെത്തിയത്. ജസാക്കല്ലാഹു ഖൈറൻ. വണ്ടിക്കാളുണ്ടോ?
അപ്പൊ അള്ളാഹുവിന് ശിർക്ക് ചെയ്യാന്നുള്ളത് എത്ര വലിയവനായാലും അത് ചെയ്തവരുടെ ഒരു പാപവും അള്ളാഹു പുറത്തു തരൂല. അള്ളാഹു പുറക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് സ്വർഗം കിട്ടണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഏറ്റവും ആദ്യമായിട്ട് അടിസ്ഥാനപരമായി അവർക്ക് ഉണ്ടാവേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ശരിയാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുക. ഒരു തേട്ടമോ ഒരു പ്രതീക്ഷയോ മറ്റാരിലേക്കെങ്കിലും പോയാല് പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മക്ക പരിപാലിച്ചിരുന്ന, കാബാലയം പരിപാലിച്ചിരുന്ന, സ്വതക്ക ചെയ്തിരുന്ന, ഹാജിമാർക്ക് സേവനം ചെയ്തിരുന്ന ഇവിടുത്തെ മക്കാ മുശ്രിക്കുകൾ, അവരെയാണ് അള്ളാഹു തിരുത്താൻ ശ്രമിച്ചത്. നിങ്ങൾ ചെയ്യുന്ന പണി ഒരിക്കലും ഇസ്ലാമികമല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാളെയും അള്ളാഹ്ക്ക് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, നരകത്തിന്റെ അവകാശികളായിരിക്കും. അവർക്ക് സ്വർഗം അവർക്ക് ഹറാമാണ്. സ്വർഗം അവർക്ക് ഹറാമാണ്. എത്ര നന്മ ചെയ്താലും ആ നന്മയുടെയൊക്കെ ഏറ്റവും ആധികാരികമായ പിൻബലം ഉണ്ടാവേണ്ടത് തൗഹീദിൽ നിന്നാണ്. അൽഹംദുലില്ലാഹ് നമ്മൾ അത് ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനുമൊക്കെ നടന്നു നീങ്ങിയ സഹാബാക്കളിൽ പലരും തോട്ടങ്ങളും കൃഷികളുമായി കഴിഞ്ഞു പോയിരുന്ന പ്രദേശത്താണ് നമ്മളുള്ളത്. അവിടെയാണ് ഈ മസ്ജിദുൽ ജിന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു ഒരു പ്രത്യേക ജിന്ന് മസ്ജിദിനില്ല. സാധാരണ പള്ളി പോലെ ഇവിടെ കയറിയാൽ തഹിയ്യത്തിന് 2 റക്അത്ത് നിസ്കരിക്കാമെന്നതിലുപരി മറ്റൊരു പ്രത്യേകതയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ദീന് മനസ്സിലാക്കാനും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അത് സ്വയം ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമ്മൾ